അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സ്വത്തുക്കളിൽ നിങ്ങളുടെ ശരീരങ്ങളിലൊക്കെയും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട യഹൂദ ക്രൈസ്തവരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ദൂഷ്യങ്ങൾ കേൾക്കേണ്ടി വരും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറൻ, ധാരാളം ഉപദ്രവകരമായ ദൂഷ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ആരിൽ നിന്ന്? മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, മുമ്പ് വേദം നൽകപ്പെട്ട യഹൂദ ക്രൈസ്തവരിൽ നിന്ന്. അതേപോലെ വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഫഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങൾ ക്ഷമിക്കുകയും ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കുകയുമാണ് എങ്കിൽ അതാണ് മനക്കരുത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ മാർഗം എന്നാണ് അല്ലാഹു എന്ന് പറഞ്ഞത്. ക്ഷമയിൽ, സഹിഷ്ണുതയിൽ, അവധാനതയിൽ, വിവേകത്തിൽ ഇത്തരം ദൂഷ്യങ്ങളോട്, ദൂഷ്യവർത്തമാനങ്ങളോട്, അതേപോലെ തന്നെ പെരുമാറ്റങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ബോധനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാകും വിശ്വാസികൾക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വചനം പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടെങ്ങനെയാണോ അതേപോലെ അങ്ങോട്ട് എന്നുള്ള ഒരു രീതി നമ്മൾ പഠിപ്പിക്കപ്പെട്ടില്ല. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുക എന്നല്ലാഹു പറഞ്ഞു. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം, എങ്കിൽ ആരാണോ ഉറ്റ ബദ്ധ വൈരിയും ശത്രുവുമായിട്ടുള്ളത് അവൻ ഉറ്റ മിത്രമായി പരിണമിക്കുന്നത് അനുഭവിക്കാനാകും എന്നല്ലാഹു. എപ്പോഴും വികാരം അടക്കി വാഴുന്ന സമയങ്ങളിൽ വിവേകത്തിൽ പെരുമാറുന്ന തിരുദൂതരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ചരിത്രം അതാണ് നമുക്ക് മാതൃകയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്രം, ഇതുപോലത്തെ മഹനീയ ചരിത്രം നമ്മൾ പറഞ്ഞ് നമ്മളത് പ്രാവർത്തികമാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടേക്ക്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ജനമനസ്സുകളെ തൻ്റെ അനുകൂലികളാക്കിയത്, അവർ സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. നമ്മുടെ എത്ര ചരിത്രങ്ങൾ പറഞ്ഞു, അതിൽ പല പണ്ഡിതന്മാരും സ്വീകരിച്ചില്ല, പലരും സ്വീകരിച്ചു, അനുയായികളായി, ശക്തരായി, അതൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷെ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, പ്രതിരോധിക്കാൻ ആ ആളുകൾ എക്കാലത്തും ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നതായ ചരിത്രം. ഇവിടെ നമുക്ക് അൽഹംദുലില്ലാഹ് വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതെല്ലാ വിഷയങ്ങളിലും, അത് കേവലം നമ്മളുടെ വിശ്വാസപരമായ വിഷയങ്ങളിലും ആരാധനാപരമായ മുറകളിലും മാത്രമല്ല, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക അതെല്ലാ മേഖലകളിലുമാണ്. സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, മര്യാദകളിൽ, ഇടപാടുകളിൽ ഒക്കെയും തിരുദൂതരുടെ മഹനീയമായിട്ടുള്ള മാതൃക അതാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ആ ഒരു തിരുദൂതരാൽ ആദരിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മൾ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ തിരുദൂതരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഉത്തമ ജീവിതത്തിൻ്റെ ആളുകളാകണം എന്നാണ് എന്നോടെന്ന പോലെ ഉണർത്തുവാനുള്ളത്.